വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഏറെക്കുറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ചൂടുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. കെ.എം. ബിജു തയ്യാറാക്കിയ കവല കാണാം. ഇത്തവണ കടുത്ത ചൂടാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് മലമ്പുഴ ഭാഗത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടി കഴിഞ്ഞു. LDF-ന്റെ കൺവെൻഷൻ എല്ലാം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ രണ്ട് ഇത്തവണ VS ജയിക്കോ? VS പറഞ്ഞ എന്താ തലയാട്ടിയത്? ഇങ്ങനെ VS അച്യുതാനന്ദൻ ജയിക്കോ ചോദിച്ചപ്പോ നിങ്ങൾ എങ്ങനെ ആട്ടിയല്ലോ? VS ജയിക്കോ? ജയിക്കും. ആണോ? മുഖ്യമന്ത്രി VS ആവോ? മുഖ്യമന്ത്രിക്ക് ഇനി സ്ഥാനമില്ല. 90 വയസ്സായില്ലേ? കൃഷ്ണദാസ് ആവട്ടെ. പാലക്കാട് ആര് ജയിക്കും? ഷാഫിയോ കൃഷ്ണദാസോ? ഷാഫിക്കും ഇല്ലെന്ന് പറയില്ല. ആരെയോ കുറ്റം പറയാൻ ഞാനാളല്ല. പക്ഷെ കൃഷ്ണദാസ് മുന്നിലെത്തും, ഉറപ്പാണ്. ഞങ്ങൾ ഈ കൊലപ്രാവശ്യം 23, 25 നിർത്തി 22 ജയിച്ചതാണ് കൃഷ്ണദാസട്ടെ. അതിന്റെ കണ്ടറിയണം. ജയിക്കും. നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ വയറ്റിലെ കുട്ടിയും മഴയും ഭരണവും ഈ 3 ഏതെങ്കിലും ഒന്ന് മുന്നില് എല്ലാം ശരിയാവോ? ശരിയാവണമെന്ന് പറയണോ? അതിനിപ്പോ ഒരാളിനെ കൊണ്ട് ശരിയാക്കാൻ പറഞ്ഞാൽ മറ്റുള്ളവരും ഉണ്ടല്ലോ. എത്ര സീറ്റ് ജില്ലയിൽ ഇപ്പോൾ VS പറഞ്ഞമാതിരി 100 സീറ്റ് തന്നെ LDF ഇത്തവണ നേടിയിരിക്കും. നല്ലൊരു വിജയം പാലക്കാട് ഉണ്ടാക്കാൻ കൃഷ്ണദാസിനെ കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ ജനങ്ങൾ, ഈ തിരക്കും ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയുള്ള നേതാവാണ് NN കൃഷ്ണദാസ്. അതിനുള്ള വിജയം ഇവിടെ സുനിശ്ചിതമാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്രാവശ്യം സാധിക്കും LDF. പട്ടാമ്പി വരെ നേടാനുള്ള സാധ്യതയുണ്ട്. പട്ടാമ്പി JNUവിലെ വിദ്യാർത്ഥിയാണല്ലോ, അവിടുത്തെ ASFന്റെ നേതാവ് തന്നെയാണ്. സോ അവിടെ പട്ടാമ്പിലൊരു മാറ്റം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഷാഫി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഷാഫി ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനില്ല. പുരോഗമനം ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലത്തെ ഇതിലെ പുരോഗമനമുള്ളൂ. നമുക്ക് രാഷ്ട്രീയപരമായിട്ടല്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ പ്രാവശ്യം എന്തായാലും നല്ല ഒരു കടുത്ത പോരാട്ടമായിരിക്കും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ആളുകളുടെ കാല് വാരാനും മതി. കാരണം പിണറായി വിജയനാണോ VS ആണോ മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ടില്ല. കാരണം പാർട്ടി അത് വ്യക്തമാക്കുന്നില്ല. VS കാണിച്ചിട്ട് പിണറായി മുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും കാല് വാരി കാണാം.